ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ നാളുകൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ മാത്രമുണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു ട്രിപ്പ് ഇന്നിതാ സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് പുറത്തിറങ്ങിയേക്കാട്ടോ. അപ്പം ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് പോകുന്ന ട്രിപ്പെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുന്നു, ഇതാണ് സംഭവിച്ചത്. പിന്നെ എൻ്റെ ഈ മുഖം എന്താണെന്നറിയോ? ഞാൻ കയറിയ കമ്പാർട്ട്മെൻറ്റ് മാറിപ്പോയി. എൻ്റെ കസിൻസൊക്കെ ഉള്ളത് വേറെ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു. ഞാൻ പെട്ടെന്നുള്ള ധൃതിയിൽ ഓടിപ്പിടിച്ച് കയറിയത് മൊത്തം ബംഗാളികളുടെയും തമിഴന്മാരുടെയും ഹിന്ദിക്കാരുടെയും ആരുടെയൊക്കെയോ കൂട്ടത്തിലായിരുന്നു. പിന്നെ അടുത്ത മറ്റേ സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ചാടി ഇറങ്ങി ഓടിയൊക്കെയാണ് ഞാൻ പോയത്. എൻ്റെ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിനു മുമ്പ് ഞാനൊരു ട്രെയിൻ ജേർണിനെ പറ്റിയൊരു ഷോർട്സ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു സംഭവം ട്രെയിൻ തന്നെയാണ്. പക്ഷേ ഞാൻ കൂടുതലായിട്ട് പോകാറുള്ളതും ട്രെയിൻ തന്നെയാണ്. ഞാൻ ഈ ബുക്ക് ചെയ്യാണ്ടൊക്കെ പോയിരിക്കുന്നത് വളരെ 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 കുറവാണ്. അപ്പം ഇത് ഞങ്ങൾ ചെന്നു, ടിക്കറ്റ് എടുത്തു, കയറുന്നു, അങ്ങനെയായിരുന്നു. മുൻകൂട്ടി ബുക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കസിൻസ് എല്ലാവരും വേറൊരു സ്റ്റേഷനിൽ നിന്ന് കയറിയത്, ഞാൻ എൻ്റെ സ്റ്റേഷനിൽ നിന്നുമാണ് കയറിയത്. അങ്ങനെ ഞങ്ങൾ ചെന്നു ഇരുന്നു. മുൻപ് പറഞ്ഞ പോലെ തന്നെ പ്ലാൻ ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുന്നു, ഇതായിരുന്നു അവസ്ഥ. അപ്പോൾ ഞങ്ങൾ ഗോവയിൽ നിന്ന് തുടങ്ങിയതാണ് കേട്ടോ ഞങ്ങളുടെ പ്ലാനിങ്. ഗോവയായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ. പിന്നെ അവിടെ നിന്ന് കുറഞ്ഞ് വന്ന് ഞങ്ങളിതാ ഇപ്പോൾ വർക്കലയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങളൊരു ദിവസം പ്ലാൻ ചെയ്തു, ഞങ്ങൾ എല്ലാം ബുക്ക് ചെയ്തു, ട്രെയിൻ ടിക്കറ്റ് അടക്കം എല്ലാം സെറ്റാക്കി. പക്ഷേ മഴയും പിന്നെ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങളത് ക്യാൻസലാക്കി. പിന്നെ ഞങ്ങൾ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ നോക്കി. എന്തായാലും ആ പറഞ്ഞ ദിവസത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ മാറില്ല എന്ന് തന്നെ ഉറപ്പിച്ചു. ഒരു ദിവസം എവിടെയെങ്കിലും പോകണം എന്നുള്ളത് ഭയങ്കര ഒരു അത്യാവശ്യമായിരുന്നു ഞങ്ങൾക്ക്. കാരണം എങ്ങനെയെങ്കിലും ഈ ഒരു 2025 ഞങ്ങൾക്ക് ഗേൾസ് ട്രിപ്പ് ഞങ്ങൾക്ക് പോയേ പറ്റുള്ളൂ എന്ന ഒറ്റ കടുംപിടുത്തത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ശരി എന്തെങ്കിലും ആവട്ടെ, ലാസ്റ്റ് ഞങ്ങൾ വർക്കലയിൽ തന്നെ എത്തി. മഴയുണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞവർ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചത് ഈ മഴയത്ത് എന്തിനാണ് അങ്ങോട്ട് പോകണമെന്നാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പറയാൻ പാടില്ല എന്തിനാണ് പോകണമെന്ന്. എന്തായാലും ഞങ്ങൾ പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ കസിൻസൊക്കെ കൂടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും പ്രായം കുറഞ്ഞൊരു ഗേൾ നിങ്ങളതിൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ശ്രീകുട്ടിയുടെ മോളാട്ടോ. അപ്പം ആളും ഉണ്ട് കൂടെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ട്രെയിനിൽ പോകുന്നു. ട്രെയിനിൽ പോയ സമയത്ത് ഞങ്ങൾ കുറേ കളികളൊക്കെയാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അന്താക്ഷരിയും പിന്നെ ഒരു നായകൻ്റെ പേര് പറഞ്ഞിട്ട് നമ്മൾ മറ്റേ അവരുടെ മാക്സിമം സിനിമകൾ പറയുമല്ലോ. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം സമയം പോകണമല്ലോ ഞങ്ങൾക്ക് എന്തായാലും. അപ്പോൾ അങ്ങനെ കൊല്ലം വരെ ഞങ്ങളിതായിരുന്നു പരിപാടി. കൊല്ലം വർക്കലയാട്ടോ ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ ഇടയിൽ ഞങ്ങൾ ഒന്നും കഴിക്കാത്തത് കൊണ്ട്, രാവിലെ ഒന്നും കഴിക്കാണ്ട് പോകുന്നതുകൊണ്ട് ഓരോരുത്തർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെയാണ് എടുക്കുന്നത്. ഒന്നുമില്ല, ബിസ്ക്കറ്റും മുറുക്കും ഇതൊക്കെ തന്നെ തൽക്കാല ശമനം എന്ന് പറഞ്ഞ പോലെ. പിന്നെ കമ്മിങ് ബാക്ക് ടു ഞങ്ങളുടെ ബുക്ക് ചെയ്ത സ്ഥലം, ഞങ്ങൾ അക്കോമഡേഷൻ മാത്രം ഞങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റ് ഒരു സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട്. അതും എവിടെയാണെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ, ചോദിച്ച് പോകാമെന്നുള്ള രീതിയിലാണ്. ആ പുള്ളി പറഞ്ഞത് ബീച്ചൊക്കെ അടുത്ത് തന്നെയാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറൊരു ഐഡിയ ഞങ്ങൾക്കില്ല. പിന്നെ ആകെ ക്ലിഫിൽ പോകണം എന്നുള്ള ഒരൊറ്റ സംഭവമുള്ളൂ. പറഞ്ഞപ്പോഴാണ് ഈ കളി നിങ്ങൾ കളിച്ചിട്ടുണ്ടോ? ഇങ്ങനെ കൈ ചേർത്ത് വെക്കുമ്പോൾ വഞ്ചി പോലെയാണ് വരുന്നതെങ്കിൽ കല്യാണം കഴിക്കുമ്പോൾ ചെക്കൻ സുന്ദരനായിരിക്കും എന്നൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോരുത്തരെ നോക്കി ഭാവി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. വെറുതെയാണ്, ഒന്നുമില്ല. അപ്പോൾ കമ്മിങ് ബാക്ക്, അതായത് ഞങ്ങൾ ഈ പറഞ്ഞ റിസോർട്ടല്ല കേട്ടോ, ഒരു ചെറിയൊരു ഹോം സ്റ്റേ ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ ആകെ ക്ലിഫിൽ പോകണമെന്നുള്ള ഒറ്റ പ്ലാനേ ഞങ്ങൾക്കുള്ളൂ. ബാക്കിയെല്ലാം മഴയുടെയും ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കിയിട്ട് തീരുമാനിക്കാം എന്നുള്ളതാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളിതാ സ്ഥലം എത്തി, ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഞങ്ങൾക്ക് പറ്റിയ കുറച്ച് അബദ്ധങ്ങളുണ്ട് കേട്ടോ, അത് ഞാൻ വഴിയേ പറയാം. എന്തായാലും ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളൊരു 6 പേരുണ്ട്, പ്ലസ് ഞങ്ങളുടെ കിടുങ്ങാച്ചിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിതാ സ്റ്റേഷനിലെത്തി ഇറങ്ങി. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് പറഞ്ഞ പോലെ ഗൂഗിൾ മാപ്പും ആ ചേട്ടൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. പുള്ളി ഞങ്ങൾക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഓട്ടോ പിടിച്ചാൽ മതി ഇന്ന സ്ഥലത്തേക്ക് വന്നാൽ എന്നൊക്കെ. അപ്പോൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു 9:30 ആയിട്ടുണ്ടായിരുന്നു. 11 മണിക്കാണ് ഞങ്ങൾക്ക് അവിടെ ചെക്ക് ഇൻ ചെയ്യേണ്ട സമയം. 11 മണിക്ക് ചെന്നാൽ മതിയെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അതുവരെ ഞങ്ങൾക്ക് ടൈമുണ്ട്. വലിയ ദൂരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇന്നലെ 2 ഓട്ടോയ്ക്ക് പുള്ളി പറഞ്ഞു അടുത്തുള്ളൊരു ശരവണ ഭവനുണ്ട്, അവിടെയാണ് അത്യാവശ്യം പുതിയ ഹോട്ടലാണ്, നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് 2 ഓട്ടോകളിലായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു മഴ ഉണ്ടായിരുന്നു കേട്ടോ, വലിയ കാര്യമായിട്ടില്ല, ചെറുതായിട്ട് ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. എന്തായാലും വട്ടിയും കൂടെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങി ശരവണഭവനിൽ ചെന്നു. നല്ല ക്ലീൻ ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മളിതാ ദോശയും പൂരിയാണ് മെയിനായിട്ട് പറഞ്ഞത്. മസാല ദോശയും പൂരിയായിരുന്നു പറഞ്ഞത്. അവിടെ ഇഡ്ഡലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതിൽ തന്നെ ഒതുക്കി. കാരണം ആഹാരം കഴിച്ചാൽ മാത്രമേ ഇനിയിപ്പം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ഫുഡ് വാസ് ഓക്കെ, കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് ദൂരം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കായിരുന്നു എങ്ങനെയാണ് അങ്ങോട്ട് പോവുക. പിന്നെ ഇവിടുത്തെ മെയിനായിട്ട് പറയേണ്ട കാര്യമാണ് കേട്ടോ, ഈ ഓട്ടോക്കാർ
ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഇത് കുറച്ച് ദൂരമേ ഉള്ളൂ. നമുക്കിവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു 50 രൂപ പോയിൻ്റ് അല്ലെങ്കിൽ മിനിമം ചാർജ് പോയിൻ്റേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ സ്ഥലം വരെ. പക്ഷേ ഞങ്ങളുടെ അടുത്ത് അവർ 110 രൂപ മേടിച്ചു. സ്വാഭാവികമായിരിക്കും, ഇനിയിപ്പോൾ എല്ലാവരും പറയുക ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടായിരിക്കും. പക്ഷേ ഇങ്ങനെ കത്തി വയ്ക്കുന്നത് കുറച്ച് കൂടുതലായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധാർത്ഥം ഞങ്ങളുടെ സ്റ്റേയിലോട്ട് നടക്കാം എന്ന് ഞങ്ങൾ വിചാരിച്ചു. രാവിലെയാണ്, മഴയൊന്നുമില്ല, നല്ല ക്ലൈമറ്റൊക്കെ ആണല്ലോ. അപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് നടക്കുകയാണ്. കുഞ്ഞിനെ മാത്രം ഒന്ന് മാറി മാറി പിടിക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ബാഗും ഞങ്ങൾക്ക് മാറി മാറി പിടിച്ച് കുഞ്ഞിനെ പിടിച്ച് ഞങ്ങൾ അങ്ങ് നടക്കുകയാണ്. പിന്നെ ഇടയ്ക്കെത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് വഴിതെറ്റി ചെറുതായിട്ട്. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നുള്ള ഒരു സന്ദേഹത്തിൽ നിന്നതാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ പൊന്നുമാണ് വഴി നോക്കിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഞങ്ങൾ നടന്നു. അപ്പോൾ നടന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ആ വഴി മുഴുവനും കുറേ കുഞ്ഞു ഈ പറഞ്ഞ ഹോം സ്റ്റേകളൊക്കെ ആയിട്ടുള്ളത്. പിന്നെ ഇതാ ഞങ്ങൾ പിന്തുടർന്നുകൊണ്ട് 2 പട്ടികളോട് നിൽപ്പുണ്ട്. പട്ടികൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഈ പട്ടി വരുമോ ഇല്ലയോ എന്നുള്ള പേടിച്ചിട്ടാണ്. അപ്പം പറയുന്നുണ്ട് കുട്ടി ഉള്ളതുകൊണ്ട് വരൂലെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും പട്ടിയിൽ നിന്ന് ഞങ്ങൾ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു ഗൈസ്. ഒന്നും ഉണ്ടായില്ല. കാരണം കുട്ടിയുള്ളതുകൊണ്ട് പറഞ്ഞ പോലെ പട്ടി ഞങ്ങളെ ഒന്നും ഉപദ്രവിച്ചില്ല. അങ്ങനെ ഞങ്ങളവിടെ എത്തി. അപ്പോഴാണ് നമ്മളവിടെ ഒരു അമ്പലം കണ്ട കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ കൂടെ പൊന്നുണ്ടല്ലോ ദിവിൾ, ആളിവിടെ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ ആൾ വന്നൊരു അമ്പലമാണ് ജനാർദ്ദന സ്വാമി ക്ഷേത്രം എന്നാണ് എങ്ങനെയാണ് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതൊരു ഫേമസ് ടെമ്പിളാട്ടോ. ഉള്ളിൽ നല്ല നല്ല രസമാണ് അതിൻ്റെ ഉള്ളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെയാണ് ഞങ്ങളുടെ ഈ പറഞ്ഞ ബീച്ച് ബം സ്റ്റേ ഉള്ളത്. ഒരു വീട്, ഒരു സാധാ ഒരു നോർമൽ ഒരു വീട്. അതിൻ്റെ താഴെ ഒരു 2-3 റൂമുകളുണ്ട്. പിന്നെ മേളിൽ വേറെ സ്റ്റേ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ കറണ്ട് പോയിട്ട് അവർക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ്. അപ്പോൾ ആ ചേട്ടൻ ഞങ്ങളെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു അങ്ങ് ചെന്നാൽ മതി, അവിടെ ആളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ താഴെ തുടക്കുകയൊക്കെ ചെയ്യണോണ്ട് ഞങ്ങൾ മേളിൽ പോയി അവിടെ പോയി ഇരിക്കുകയാണ് ചെയ്തത്. കറണ്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആകപ്പാടെ കുറച്ച് സീനായിരുന്നു കുറച്ച് നേരത്തേക്ക് കേട്ടോ. കാരണം ഞങ്ങളുടെ ഫോൺസിലൊന്നും ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറച്ചതായിട്ട്. പക്ഷേ കുഴപ്പമില്ല, കുറച്ച് നേരം ഞങ്ങൾക്കൊരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് കഴിയുമ്പോൾ താഴെ എല്ലാം റെഡിയായി. അപ്പോൾ ഞാൻ അച്ഛനും കൊണ്ട് ഞാൻ താഴെ വന്നതാണ്. ആൾ ആകപ്പാടെ ഇങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള ആകപ്പാടെ ഒരു വെപ്രാളത്തിലിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ ഉള്ളിൽ ചെന്നു. അപ്പോൾ ഞാൻ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ 3 റൂമുണ്ട്. 3 റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. പിന്നെ AC ഉണ്ട്. എല്ലാം നല്ല നീറ്റായിരുന്നു കേട്ടോ. അങ്ങനെ അഴുക്കോ അങ്ങനത്തെ നമുക്ക് വൃത്തിയുടെ അങ്ങനെയൊന്നും തോന്നിയൊന്നുമില്ല. സ്റ്റേ എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 8 പേര് ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ടാണ് 3 റൂമൊക്കെ എടുത്തത്. പിന്നെ ഞങ്ങൾ 2 പേര് വന്നില്ല. അപ്പോൾ 6 പേരെ ചുരുങ്ങി. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ലാവിഷായി. ഞങ്ങൾ എക്സ്ട്രാ ബെഡൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരുടെ ബെഡൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. പിന്നെ കുറേ ബുക്സ് ഉണ്ടായിരുന്നു കേട്ടോ. പല കുട്ടികൾക്കുള്ള ബുക്സും കുറച്ച് വലിയവർക്കുള്ള ബുക്സും കുറച്ച് സെൽഫ് ഹെൽപ്പ് ബുക്സ് അങ്ങനത്തെയൊക്കെ നല്ല നല്ല പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലൂഡോ അല്ല പാമ്പും കോണി. പക്ഷേ അതിൻ്റെ കോണിയുടെ മറ്റേ കോയിൻസ് മാത്രം ഞങ്ങൾ കണ്ടില്ല. പിന്നെ യൂനോ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ യൂനോ ഒക്കെ ഞങ്ങൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആക്ച്വലി. എന്തായാലും ഞങ്ങളതൊക്കെ കണ്ട് ശരി അപ്പോൾ ഇന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങളിപ്പം ഒരു 11-12 മണി ആയിട്ടുണ്ടാവും ഇപ്പോൾ ഈ സമയം. അപ്പോൾ ഇനിയിപ്പം ഉടനെ പോകാൻ പറ്റില്ല. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് ഫോണൊക്കെ ചാർജ് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ ഫോൺ കണ്ട് അങ്ങനെ കിടന്നുറങ്ങിപ്പോയി എന്നുള്ളതാണ് സത്യം. പിന്നെ ഇതാ ബിരിയാണിയുടെ മണം വന്നപ്പോഴാണ് ഞാൻ എണീറ്റത്. അപ്പോൾ ഇത് ബിരിയാണി അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 പേർക്ക് ചപ്പാത്തി 300 ബാക്കിയുള്ളൊരു ബിരിയാണി. വിശപ്പുള്ളതുകൊണ്ടാണെന്നറിയില്ല, നല്ല ടേസ്റ്റായിരുന്നു. എവിടെ നിന്ന് അമ്മയോട് ചോദിക്കരുത്. പക്ഷേ നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. ആ ടേസ്റ്റിൻ്റെ ഗുണം ഞാൻ ഇപ്പോൾ കാണിച്ചു കേട്ടോ. കണ്ടോ, ഒരു എന്താ പറയുക, പ്ലേറ്റ് അങ്ങോട്ട് കഴുകേണ്ട ആവശ്യമില്ലാത്ത പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഐശ്വര്യ ഉമയും കൂടെ. അപ്പോൾ ഇതാ എന്നിട്ട് നിൽക്കുന്നുണ്ട്. കുട്ടിക്ക് വിശപ്പ് മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഉറക്കം ബിരിയാണി കഴിച്ച പിന്നെ ഒരു ഉറക്കമുണ്ടല്ലോ. അങ്ങനെ ഉമ്മ നേരെ കയറി കിടക്കാൻ പോയി. പക്ഷെ ഞങ്ങൾ സമ്മതിച്ചില്ല, വിട്ടുകൊടുത്തില്ല. ഞങ്ങൾ അതിനെ കുസൃതി ചോദ്യ പരിപാടിയിലേക്ക് കടന്നു. തിരിച്ചെടുക്കാവിടുന്ന ഉത്തരം അത് പറയട്ടെ. അങ്ങനെ ഭീകരമായ ബുദ്ധി ഉപയോഗിച്ചുള്ള കളികൾക്ക് ശേഷം ഞങ്ങളെല്ലാവരും വീണ്ടും ടയേർഡായി. കണ്ടില്ലേ, ഏതൊക്കെ ഉത്തരം പറഞ്ഞതിൻ്റെ കുറേ പ്രഹസനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ വീണ്ടും ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും മഴ തുടങ്ങി. എന്തായാലും ഞങ്ങൾ റെഡിയാവാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇപ്പോഴത്തെ അജണ്ട എന്ന് പറഞ്ഞ് വർക്കല ക്ലിഫിലേക്കാണ് പോകുന്നത്. എന്താവും എങ്ങനെയാണെന്ന് അറിയില്ല. ആദ്യം ഒരു ബീച്ച്, ബ്ലാക്ക് സാൻഡ് ബീച്ചാണെന്ന് തോന്നുന്നു, അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ റെഡിയായിട്ട് എല്ലാവരും വീടൊക്കെ പൂട്ടി ഇറങ്ങിയിട്ട് ഈ പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകണമെങ്കിൽ ഓട്ടോ വിളിക്കണം. വീണ്ടും 2 ഓട്ടോയിൽ തന്നെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ നടക്കാനുള്ള പ്ലാനൊക്കെ നോക്കി, പക്ഷേ വേണ്ട, എന്തായാലും ഓട്ടോയ്ക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ച് എല്ലാവരും കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓട്ടോ വിളിച്ചു. ഞങ്ങൾക്ക് എവിടെ ഊബർ ഓട്ടോ ആണ് കിട്ടിയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓട്ടോ വിളിച്ചു. അങ്ങനെ ഓട്ടോയ്ക്ക് നേരെ പോകണം. അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഈ പാപനാശം ബീച്ച് എന്ന് പറഞ്ഞത്. അത് ഞങ്ങൾ പോകുന്ന വഴിയിലാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ആക്ച്വലി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബ്ലാക്ക് സാൻഡ് ബീച്ചിലെത്തി. പക്ഷേ എത്തിയപ്പോൾ ഞങ്ങൾ അറിയുന്നത് ഇവിടേക്ക് ആരെയും എങ്ങോട്ടും വരെ ഇറക്കുന്നില്ല എന്നുള്ളൊരു വിഷയം. അപ്പോൾ പൊന്നു പറയുന്നുണ്ടായിരുന്നു, പൊന്നൊന്ന് വന്നപ്പം ഇവിടെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, അവിടെ വരെ ഇറങ്ങാൻ പറ്റുമായിരുന്നൊക്കെ. പക്ഷേ ഇപ്പോൾ തന്നെ കടൽ ഇത്രയും കയറി വന്നേക്കുവാണ്. ആ കല്ലിൻ്റെ അവിടെ വരെ നിൽക്കാൻ പറ്റും. പക്ഷേ കല്ലിൻ്റെ അവിടെ നിൽക്കുന്നത് കുറച്ച് ഡേഞ്ചർ പോലെയാണ്. കാരണം നല്ല പോലെ തിര അടിച്ച് വരുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ. അപ്പം അതും ഒരു പ്രശ്നമാണ്. ഇപ്പം ഞങ്ങൾ കുറച്ച് മാറിയൊക്കെ കുറച്ച് സേഫായിട്ടുള്ള സ്ഥലത്തൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ അടുത്ത ബീച്ചിലോട്ട് പോകണമെങ്കിൽ ആ ഓട്ടോക്കാരെ വിളിച്ചാൽ അവർ ഇനിയും പൈസ കൂടുതൽ വാങ്ങിക്കും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ അപ്പുറത്തെ സൈഡിലോട്ടും വേറെ ബീച്ചിൻ്റെ കുറച്ച് ആൾക്കാർ അവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലും ക്ലിഫൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ശരി, എന്നാൽ നടന്നു നോക്കാം ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ എവിടെയെങ്കിലും. അപ്പോൾ ഞാൻ നോക്കിയപ്പം ക്ലിഫിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേ കടകളൊക്കെ കാണാം, എന്താ കണ്ടോ, ഇതുപോലെ കാണാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അതുപോലെ റിസോർട്ടിലേക്കുള്ള വഴിയായിരിക്കും, നമുക്ക് നടക്കാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. എന്തായാലും പോയി നോക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ കയറിയതാട്ടോ. ഇത് ബ്ലാക്ക് സാൻഡ് ബീച്ചിൽ നിന്നാണ് ഞങ്ങൾ നടക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായി ഇതിൻ്റെ ഉള്ളിൽ കൂടെ വഴികളുണ്ട്, ഇങ്ങനെ നടന്ന് നമുക്ക് അറ്റം വരെ പോവാം. ഓട്ടോയ്ക്ക് പോകണമെങ്കിൽ എല്ലാവർക്കും മെയിൻ വഴി കൂടെ അപ്പുറത്ത് കൂടെ പോകാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് നടക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ ആക്ച്വലി 2000 രൂപയ്ക്കാട്ടോ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഞങ്ങളുടെ 2000 രൂപയിൽ ഒതുങ്ങിയെന്ന് പറയാം. കുറച്ച് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിയിട്ടേ ഉള്ളൂ. കാരണം ഞങ്ങളുടെ 2 പേര് ഇതിൽ കുറവായതുകൊണ്ട് മാത്രം. ബട്ട് അതർവൈസ് ഞങ്ങളുടെ ബഡ്ജറ്റ് ട്രിപ്പായിരുന്നു. ഒരു സാറ്റർഡേ സൺഡേ പോയി ഞങ്ങൾ വന്നു. അങ്ങനെ നല്ല അടിപൊളി വ്യൂവും എന്താ പറയുക, നല്ല ഭയങ്കര കാമൻ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം. പിന്നെ കടൽ എല്ലാവർക്കും അറിയാമല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കാം. നല്ല രസമായിരുന്നു ആകാശം കാണാനും അതേ കളറിൽ തന്നെ കടൽ കാണാനും ഒക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ അടുത്തുള്ളൊരു കണ്ടാൽ നല്ലതെന്ന് തോന്നിക്കുന്ന ഒരു ചെറിയൊരു കഫേയിലാണ് ഞങ്ങൾ കയറിയത്. അതിൻ്റെ ഒരു ഇൻറ്റീരിയറൊക്കെ കാണാൻ കുറച്ചൊരു വേറെ ലുക്കൊക്കെ ഉണ്ടായിരുന്നു. ശരി, എന്തായാലും മുകളിൽ തന്നെ പോയിരുന്ന് കഴിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് ജ്യൂസാട്ടോ ഓർഡർ ചെയ്തത്. ഷേക്ക്, ജ്യൂസ്, അങ്ങനത്തെയൊക്കെ ഒരു സംഭവം. സത്യം പറയാലോ, ഒന്നിനും കൊള്ളൂലായിരുന്നു എന്നുള്ളതായിരുന്നു. ഞങ്ങളൊരു കോൾഡ് കോഫി പറഞ്ഞു. പിന്നെ ഒരു കോൾഡ് കോഫിയുടെ ഒരു സ്പെഷ്യൽ കോൾഡ് കോഫി ഉണ്ടായിരുന്നു. ഈ ട്രാറ്റൂറിയൻസ് ആ കടയുടെ പേരിലുള്ള ഒരു സ്പെഷ്യൽ കോൾഡ് കോഫി ഉണ്ടായിരുന്നേ. ഈ സ്പെഷ്യൽ കോൾഡ് കോഫി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അതിൽ കുറച്ച് ഡേറ്റ്സും കുറച്ച് നട്ട്സൊക്കെ ഇട്ടൊരു കോൾഡ് കോഫി ആയിരുന്നു. കുഴപ്പമില്ലായിരുന്നു. നോർമൽ കോൾഡ് കോഫിയും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ബനാന ഷേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കുഴപ്പമില്ല, നോർമൽ ഒരു ബനാന ഷേക്ക് അത് തന്നെയുള്ളൂ. ഇപ്പം ഞാൻ കുടിക്കുന്നതാണ് ട്രാറ്റോറിയൻസിൻ്റെ സ്പെഷ്യൽ കോൾഡ് കോഫി കേട്ടോ. പിന്നെ ഞങ്ങൾ ക്യാരറ്റ് ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുഞ്ഞിന് വേണ്ടി പറഞ്ഞു കേട്ടോ. അവൾക്ക് പിന്നെ തണുപ്പും അതൊന്നും ഇല്ലാത്തൊരു സാധനം വേണമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഒരു ഫ്രഷ് ജ്യൂസ് പോലെ പറഞ്ഞതാണത്. പിന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നു, ചോക്ലേറ്റ് ഷേക്ക് ആയിരുന്നോണം. അതും ഓക്കെ. ഇതിൽ ഞങ്ങൾക്ക് ശരിക്കും അബദ്ധം പറ്റിപ്പോയത് ക്യാപ്പുച്ചീനോ അല്ലല്ലോ, എന്തൊരു സാധനം ഉണ്ടല്ലോ, കോഫിയുടെ തന്നെ ഒരു സാധനമായിരുന്നു. അമേരിക്കാനോ ആണോ ഏതാണെന്ന് ഞാൻ പേര് മറന്നുപോയി. അത് വായിൽ വയ്ക്കാൻ കൊള്ളരുത്. അത് ഓർഡർ ചെയ്തതേ അബദ്ധം എന്നായിപ്പോയി. ഭയങ്കര കയ്പ്പായിരുന്നു. പക്ഷേ ബില്ല് ഒരു 1,800 രൂപ ബില്ലുമായി. അപ്പോൾ ഞങ്ങൾക്കത് അതുമാത്രം ഒരു നഷ്ടക്കച്ചവടമായിട്ട് ഞങ്ങൾക്ക് തോന്നി. കാരണം അത്രയും പൈസ കൊടുത്തിട്ട് വലിയ ഗുണമില്ലാത്ത ഒരു ജ്യൂസ് കുടിക്കലായിപ്പോയി. അങ്ങനെ വീണ്ടും ഞങ്ങൾ നടത്തം തുടങ്ങി. ബ്ലാക്ക് ബീച്ചിൽ നിന്ന് അടുത്ത ബീച്ചിലോട്ട് പോകണം. ക്ലിഫിൽ കൂടെ തന്നെ നടന്നാട്ടോ പോകുന്നത്. ഒരു കടയിൽ കയറി, അവിടെ ഒന്നും സെറ്റായില്ല, സുഖമില്ല. അങ്ങനെ ഞങ്ങൾ ശരി ഇവിടെ വരെ വന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ചാലോ എന്ന് വിചാരിച്ച് ചില കടകളിലൊക്കെ കയറി ചുമ്മാ വില പേശാനൊക്കെ പോയി. ഒരു കടയിൽ 1 ഡിസ്കൗണ്ടൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ആ വിലയ്ക്ക് അതൊക്കെ വാങ്ങിക്കുന്നതിനോട് ഞങ്ങൾക്ക് വലിയ താല്പര്യം തോന്നിയില്ല. ചേച്ചി പറഞ്ഞു കട അടയ്ക്കാൻ പോവാണ്, നിങ്ങൾ വന്നോ എന്നൊക്കെ. ഞങ്ങൾക്ക് വഴി പറഞ്ഞു തരാം കേട്ടോ പൊന്നു, ഇവിടെ നിന്ന് നമ്മൾ ഇതങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ വലിയ കാര്യമായിട്ടൊക്കെ വഴി പറഞ്ഞു തരുന്നുണ്ട് മാപ്പ് നോക്കിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഈ കടയിൽ കയറിയപ്പം സാധനങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ബാഗ്സും കുറച്ചൊരു ഫങ്കി ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വില കുറച്ച് കൂടുതലായിരുന്നു. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവരുടെ ഒരു കോസ്റ്റേഴ്സ് എന്നല്ലേ പറയണം, മറ്റേ ഈ ചായയൊക്കെ ചൂടായിട്ടുള്ള സാധനമൊക്കെ വെക്കുന്ന
ഒരു സംഭവം ഉള്ളത് ഇതുപോലത്തെ ഇതിൻ്റെ പല പല വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷെ എല്ലാം ഒരു 300-400 റേഞ്ചിലാണ് എല്ലാം ഉള്ളത്. ഇപ്പം വീടൊക്കെ അങ്ങനെ അലങ്കരിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ജ്വല്ലറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒന്നും തന്നെ വാങ്ങിച്ചില്ല. ഞങ്ങൾ ആക്ച്വലി ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി നോക്കി, പക്ഷേ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതെല്ലാം അവിടെ തന്നെ വെച്ചിട്ട് ഞങ്ങൾ പോന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നടത്തുന്നു തുടങ്ങി കേട്ടോ. അപ്പം കുറച്ച് വെയിൽ വരും കേട്ടോ ഇടയ്ക്ക്. കുറച്ച് നേരം നടക്കുമ്പോൾ കുറച്ച് നേരം വെയിൽ വരും, ഇടയ്ക്കൊന്ന് ചാറ്റൽ മഴ പെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് നേരെ ബീച്ചിൽ ഇറങ്ങാനുള്ള പരിപാടിക്കാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്ത് ബീച്ചാണെന്ന് വെച്ചാൽ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ബ്ലാക്ക് സാൻഡ് ബീച്ചിൽ നടക്കുമ്പോൾ അടുത്ത ബീച്ചിലേക്ക് എത്തും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ഇവിടെ വരെ ഞങ്ങൾക്ക് എത്തണം. ഇനി അങ്ങോട്ട് കുറേ കൂടെ നടന്നാലാണ് അപ്പുറത്തെ സൈഡിൽ എത്താൻ പറ്റുള്ളൂ. താഴേക്ക് ഇറങ്ങി പോകാൻ വേണം. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ കുറേ സൈഡിലൊക്കെ ഈ മണ്ണൊക്കെ ഇങ്ങനെ നല്ലപോലെ ഒലിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേടിച്ചാണ് ഞങ്ങൾ ഇറങ്ങണമൊക്കെ. കാരണം മണ്ണിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മൾ കടൽ കയറി വന്നിട്ട് മണ്ണ് കുറേ ഒലിച്ചു പോയേക്കണോണ്ടൊക്കെ. അപ്പം പയ്യെ ഞങ്ങൾ ആ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെന്നു. അവിടെ ഇതുപോലെ ആരെയും ഇറക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അവരൊരു തുണിയൊക്കെ കെട്ടി, തുണിയല്ല കമ്പും മറ്റേ റെഡ് കളർ തുണിയൊക്കെ കെട്ടി വെച്ചേക്കുവാണ്. അപ്പം എല്ലാവരും അതിൻ്റെ ചോട്ടിലല്ല തീരത്ത് നിന്നിട്ടാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരെയും ഇറക്കുന്നില്ല. അപ്പം എല്ലാവരും ഭയങ്കര സങ്കടത്തിലായിരുന്നു. കാരണം കുറച്ച് സീനാണല്ലോ. കാരണം ഇത്രയും മഴയും കാര്യങ്ങളൊക്കെ പെയ്യുമ്പം ഓൾറെഡി കടലിങ്ങനെ കയറി വരുന്ന ഒരു ഇതിലാണ് നിൽക്കുന്നത്. എന്തായാലും ഞങ്ങൾ അതിൻ്റെ വരമ്പത്ത് കൂടെ ചെറുതായിട്ടൊന്ന് നടന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അത്ര തന്നെ. അത് കഴിഞ്ഞ് ഞങ്ങൾ കറക്റ്റ് പോരാമെന്നിങ്ങനെ വിചാരിച്ച് ഇരിക്കുമ്പോൾ തന്നെ മഴ പെയ്തു. പിന്നെ ഞങ്ങൾ ഓടി എന്തായാലും തിരിച്ച് കയറി. അപ്പം ഞങ്ങൾ പിന്നീട് ഞങ്ങൾക്ക് ഉറപ്പായിട്ടും പോകണമെന്ന് വിചാരിച്ച സ്ഥലമായിട്ട് ഈ കഫേ ഇറ്റാലിയനോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര റിവ്യൂ ഒക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഡിന്നർ അവിടെ നിന്നാക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി പരീക്ഷിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ വെറൈറ്റി ആയിട്ടൊന്നും ഞാൻ കണ്ടില്ല. എല്ലാം നോർമൽ സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ഭയങ്കര വെറൈറ്റി ആയിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ വെയിറ്റ് ചെയ്ത് ഇരിക്കുമായിരുന്നു. അപ്പോൾ അതിൽ ഓർഡർ ചെയ്ത് ഞങ്ങൾ വെറൈറ്റി എന്ന് പറയാനായിട്ട് ഏതോ ഒരു പിസ്സ കേട്ടോ, ചിക്കൻ്റെ ആണെന്ന് തോന്നുന്നു. എൻ്റെ പിസ്സയും പിന്നെ നാൻ, പനീർ ബട്ടർ മസാല, പിന്നെ ഒരു ചിക്കൻ സിസ്ലർ ഓർഡർ ചെയ്തു. ഇതാണ് ഞങ്ങൾ മെയിൻ കോഴ്സായിട്ട് ഓർഡർ ചെയ്ത സാധനങ്ങൾ. പക്ഷേ ഫുഡ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല, നമുക്ക് നോർമൽ ഫുഡിൻ്റെ ഇതൊക്കെ തന്നെ. ഞങ്ങൾ പേടിച്ചായിരുന്നു ഇന്നീശ്വര ഞങ്ങളുടെ എന്താ പറയുക ബഡ്ജറ്റ് പൊട്ടു എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അങ്ങനെ പൊട്ടിയൊന്നുമില്ല. ഇറ്റ് വാസ് നൈസ്. നല്ല കസ്റ്റമർ സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫുഡും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്താണ് അവിടുത്തെ കുറേ കോക്ടെയിൽസാണോ മോക്ടെയിൽസാണോ പറയുന്നത്, മോക്ടെയിൽസ് അല്ലേ, അതെ മോക്ടെയിൽസ് കുറച്ച് ഓർഡർ ചെയ്തു. ഇത് ജ്യൂസുകൾ നല്ല ഭയങ്കര വെറൈറ്റി പേരിലുള്ള കുറച്ച് ജ്യൂസുകളും ഷേക്കുകളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ശരി അതൊന്നാ ഓർഡർ ചെയ്യാം എന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും ഓരോന്നും പോരട്ടെ എന്ന് വെച്ചിട്ട് ഓരോന്നും ഓർഡർ ചെയ്തായിരുന്നു. കാരണം ഭക്ഷണം കഴിച്ച എല്ലാവർക്കും വലുതായിട്ട് ഞങ്ങൾ കഴിച്ചില്ല, ഉള്ളത് തന്നെ. അപ്പോൾ എന്നാൽ ഇതും കൂടി കുടിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം കേട്ടോ ഏതൊക്കെയാണെന്ന്. ഇതെന്താ മമ്മ മേക്സ് മീ ഹാപ്പി. എന്താ പിനാക്കോട ഗ്രേപ്സ് മൊയ്റ്റോ. ഏതാ യെല്ലോ ജാക്കറ്റ്? അതെല്ലോ, ഇതെന്താ യെല്ലോ ജാക്കറ്റ് ആണോ? അങ്ങനെ ഞങ്ങൾ 6 എണ്ണം ഓർഡർ ചെയ്ത് 6 എണ്ണം എല്ലാവരും കുടിച്ചു. അതിൽ എനിക്കിഷ്ടപ്പെട്ട പിനാക്കോളയുടെ കേട്ടോ, ഈ പൈനാപ്പിളിൻ്റെയും കോക്കനട്ട് മിൽക്കിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് വരണം. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുടിച്ച് ഞങ്ങൾ ഇപ്പോഴാണ് ശരിക്കും ഒരു ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര ഒരു കഫേ വൈബ്സിലൊക്കെ വന്നത്, അല്ലെങ്കിൽ ക്ലിഫിൻ്റെ ഒരു വൈബിലോട്ട് വന്നത്. നല്ല രസമുണ്ടായിരുന്നു അതുകൂടെ നടക്കാൻ. നിറയെ ലൈറ്റ്സും കാര്യങ്ങളും, ചില സ്ഥലത്തൊക്കെ കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ നടക്കണ്ട കേട്ടോ, ലൈവ് കോൺസേർട്ട്. ചിലർക്ക് നോർമൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാർന്നേ ഉണ്ടായിരുന്നുള്ളൂ, വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് ഓട്ടോ വിടുന്ന സ്ഥലത്തേക്ക് പോകണം. അപ്പോഴാണ് ഞങ്ങൾ അടുത്തുള്ളൊരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, പറഞ്ഞു നിങ്ങൾ അറ്റം വരെ നടന്നു, അവിടെ ചെന്നത് കിട്ടും എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ അറ്റം നോക്കി നടക്കുന്നതാണ് ഈ കാണുന്നത്. എന്തായാലും ഒരറ്റം തൊട്ട് ഇപ്പുറത്തെ അറ്റം വരെ ക്ലിഫ് മൊത്തം ഞങ്ങൾ നടന്നു. അങ്ങനെ ഒരു ഓട്ടോ കിട്ടി ഞങ്ങൾക്ക്. ഓട്ടോ കിട്ടി നടന്നു, വീട്ടിലെത്തി. ആരും പേടിക്കണ്ട, ഇതൊരു ഗെയിം കളിച്ചതാണ്. അതായത് നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് 1 2 3 എന്ന് പറയുമ്പോഴേക്കും ആ ക്യാമറയിൽ ആരാണോ പെടുന്നത് അവരെ നമ്മൾ അടിക്കും, അതാണ് സംഭവം. അപ്പം വെറുതെ ഓടുമ്പോൾ ആരും പെടുന്നില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു ശരി ഒരാൾ ക്യാച്ചറായിട്ട് നിൽക്കാം, അയാൾ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ
പറയുന്ന സ്ഥലത്തേക്ക് ഓടരുത്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റിലോട്ട് ഓടുക, റൈറ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലോട്ട് ഓടുക. ഇങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചത്. അപ്പോൾ ഇതിൽ ഒരാൾക്കാണെങ്കിൽ ഒരു കുട്ടിക്ക് അല്ല ഒരത്തിൽ ഞാൻ പെട്ടു, പകുതി മാത്രം ഞങ്ങൾ രണ്ടുപേരുടെ ബാക്ക് മാത്രമേ പെട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരാൾ ക്യാച്ചറായിട്ട് നിൽക്കുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇതേ നിൽക്കുന്ന നന്ദയ്ക്കാണെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ, വലത് ഇടതെന്ന് പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ അത് ഇടയ്ക്ക് കുട്ടി അത് ബ്ലാങ്ക് ആയി പോകുന്നുണ്ട്, കുറച്ച് മലയാളം അറിയാത്ത കുട്ടിയായതുകൊണ്ട്. അപ്പോൾ ആൾക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്, കണ്ടോ, ഇതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ കളിയൊക്കെ കളിച്ചു. അപ്പോഴത്തേക്കും രാത്രി ആയിട്ടോ, ഒരു 10 മണി ഒക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിച്ചിട്ടൊക്കെ വന്നായിരുന്നു കൊണ്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഈ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത പരിപാടിയിലേക്ക് കിടന്നു. ചീട്ട് കളിയായിരുന്നു കേട്ടോ, യൂനോ കളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവർ കളിച്ചത് കഴുതക്കളിയായിരുന്നു കേട്ടോ. എനിക്കിത് അറിഞ്ഞുകൂടാ, അപ്പോൾ ഇവരെന്നെ പഠിപ്പിച്ചു തരികയാണ്. പക്ഷേ ആദ്യമായിട്ട് കളിക്കുന്ന ഞാനാണെങ്കിലും എല്ലാ തവണയും വിജയിച്ചത് ഞാൻ തന്നെയായിരുന്നു. ഐ മീൻ കുറേ തവണ ഞാൻ തന്നെയാണ് ആദ്യം ജയിച്ചതും കഴുതയാവാതിരുന്നതും ഒക്കെ. അതായിരിക്കുന്ന മഹതി ഉണ്ടല്ലോ, പൊന്നും, അവളാണ് കുറേ തവണ കഴുതയായതൊക്കെ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കളിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കിടന്നുറങ്ങി. അപ്പം തന്നെ 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും പയ്യെ പയ്യെ സൈഡായി. അപ്പം ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ, പിറ്റേ ദിവസത്തെ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ. ബൈ.